ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഈ സിനിമയിലൊക്കെ ഈ ജേർണലിസ്റ്റുകളെയൊക്കെ പണ്ട് മുതലേ എൻ്റെയൊക്കെ കൊച്ചിലെ ഞാൻ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് എൻ്റെ മൈൻഡിലൊരു ഇമേജ് ഉണ്ട്. ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് ജേർണലിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് എപ്പോഴും എന്താ പറയുക, ഭയങ്കര ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അവരെ ഗുണ്ടകൾ ചേസ് ചെയ്യും. നമ്മളിങ്ങനെ കുറേ സിനിമകൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം മൈൻഡിലുണ്ട്. റിയൽ ലൈഫിൽ പറയുന്ന പോലെ നമ്മൾ ചിലപ്പം ഭയങ്കര വലിയ വലിയ ആളുകൾക്കെതിരെ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. അപ്പം ഇങ്ങനത്തെ ഒരു ത്രെറ്റനിങ് ശരിക്കും പറഞ്ഞാൽ ജേർണലിസ്റ്റുകൾക്ക് കിട്ടാറുണ്ടോ? അങ്ങനത്തെ ഒരു റിയൽ ലൈഫിൽ അങ്ങനെ എന്നെ ആരും ചേസ് ചെയ്ത് വന്ന് ഒന്നും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല. ചേസ് ചെയ്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ജേർണലിസത്തിന്റെ പേരിലൊന്നും അല്ല. വെറുതെ റോഡിൽ കൂടി പോകുമ്പം ബൈക്കിൽ ചേസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് ഒരിക്കലും നമ്മൾ ചെയ്ത വർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ചേസ് ചെയ്യലല്ല. അല്ലാതെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. സൈബർ അറ്റാക്സ് ഭയങ്കരമായിട്ടുണ്ട്. അത് രണ്ട് തരത്തിലാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നേരെ വന്ന് നമ്മളടുത്ത് നമ്മളെ എഴുതുന്ന പോസ്റ്റിൻ്റെയൊക്കെ താഴെ വന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി വിടുക, എന്തെങ്കിലും തെറിയായിരിക്കാം. അത് ഞാൻ അക്കൂട്ടരെ സത്യത്തിൽ പറഞ്ഞാൽ കൂട്ടരെ അധികം ഭയപ്പെടുന്നില്ല. വേറൊരു കൂട്ടരുണ്ട്, അവർ വളരെ സൈലൻ്റായി പണിയെടുക്കുന്നുണ്ടാവും. അവർ നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. അതായത് ഇന്ന ആൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല, ഇന്ന ആൾ ശരിക്കും ചെയ്യുന്നത് ഇന്ന ആൾക്ക് വേണ്ടി എന്തോ ഒരു അവർക്ക് വേണ്ടി ഒരു കൊട്ടേഷൻ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ PR ആണ്, ഇവർ ചെയ്യുന്നത് ജേർണലിസ്റ്റിക് ആയ പണിയല്ല എന്നും വളരെ ബിഹൈൻഡ് ദ സ്ക്രീൻ ആയിരിക്കും അത് നടക്കുന്നത്. പക്ഷെ അത് നടക്കും, അത് നമ്മൾ അറിയൂ പോലുമില്ല. അതിങ്ങനെ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്ത് അതൊരു വല്ലാത്ത മാനിപ്പുലേഷൻ നടക്കാറുണ്ട്. അങ്ങനെ രണ്ട് തരം, ഒന്ന് ഒളിഞ്ഞുള്ള ആക്രമണവും തെളിഞ്ഞുള്ള ആക്രമണവും. അത് ഞാൻ സ്റ്റിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ ഈ കൂട്ടത്തിലും ഉണ്ടോ, മീൻസ് നമ്മുടെ ജീവൻ തന്നെ അപകടത്തിൽ പെടുത്തണം എന്ന് പറയുന്ന ആളുകൾ ഈ കമന്റ് ബോക്സിലും ഉണ്ടാവുമല്ലോ? അങ്ങനെ എനിക്കതിനകത്ത് സത്യത്തിൽ അത് നമ്മളുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളെ കില്ല് ചെയ്തിട്ട് അവർക്ക് വേറൊന്നുമില്ല, പക്ഷെ നമ്മളുടെ ജേർണലിസ്റ്റിനെ കില്ല് ചെയ്യാനുള്ള ഒരു ശ്രമം അത് ഭയങ്കരമായിട്ടുണ്ട്. അത് ഓരോ ദിവസവും അതിനോടുള്ള ഒരു ബാറ്റിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളെ എങ്ങനെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, ഇങ്ങനെ ഒരാൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ശരിയല്ല, അതാരും വിശ്വസിക്കില്ല. മനസ്സിലായോ? ഡിസ്ക്രെഡിറ്റ് ചെയ്യുക തന്നെയാണ്. അതിനുള്ള ശ്രമം പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത് വളരെ അടുപ്പമുള്ള ആളുകളുടെ അടുത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജേർണലിസ്റ്റ് സർക്കിളിൽ അതുണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ ഞാൻ ഈ ദിവസം പോലും അതിനോട് ബാറ്റിൽ ചെയ്യുന്നുണ്ട് ഈ ദിവസം. അപ്പോൾ അങ്ങനത്തെ വളരെ സീരിയസ് ആയി നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളെ കില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ജേർണലിസ്റ്റിനെ കില്ല് ചെയ്യാനുള്ള ഒരു ശ്രമം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു ലാസ്റ്റ് ഒരു 1 മന്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ലാസ്റ്റ് 1 മന്ത് ആയിരിക്കും. അതിന് മുമ്പ് അത്ര വലിയൊരു അറ്റാക്ക് ഒന്നും ഭയങ്കരമായിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ടില്ലായിരിക്കുമല്ലോ? വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഇല്ല. അപ്പൊ ഇത് പല ലെയറിലുള്ള അറ്റാക്കാണ്. ഇത് ഞാൻ പറഞ്ഞ ഈ നേരിട്ട് വന്ന് നമ്മളെ ചീത്ത പറയുന്ന കമന്റ് ബോക്സിൽ വന്ന് തെറി എഴുതുന്നവർ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവരെല്ലാം ഓക്കെ ആണ് എന്നല്ല കേട്ടോ, പക്ഷേ അവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം, അവർക്കെതിരെ പരാതി കൊടുക്കാം, അവരെ നമുക്ക് അറ്റ്ലീസ്റ്റ് കാണാം. പക്ഷെ അതല്ലാത്ത പണിയെടുക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എവിടെ പോയി അത് നമ്മളെ ഒന്ന് പ്രൂവ് ചെയ്യും? അങ്ങനത്തെ മനുഷ്യരുണ്ട്. അങ്ങനെ ഒരു 2 തരം അറ്റാക്കാണ് ഞാൻ സത്യത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണൽ അറ്റാക്സ് വരുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫൈലുള്ള ആളുകൾ തന്നെയാണോ, അതോ റാൻഡം ഫേക്ക് അക്കൗണ്ട്സ് ആണോ? നേരത്തെ നമ്മൾ പറയുന്ന പോലെ പ്രൊഫൈലുള്ളവരും വരാറുണ്ട്, അങ്ങനെ അല്ലാത്തവരും വരാറുണ്ട്. അതൊന്നും തികച്ചും ഫേസ് ഇല്ലാത്ത മനുഷ്യർ മാത്രമൊന്നും അല്ല നടത്തുന്നത്. ഓരോരുത്തരുടെയും ഗ്രൂപ്പുകളിലുള്ള ഓരോ ആളുകൾ വന്നിട്ട് അവരിങ്ങനെ അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കും. അതിനൊന്നും നമ്മൾ സത്യത്തിൽ മൈൻഡ് ചെയ്യത്തില്ല. അത് എല്ലാത്തിനും പിറകെ നമുക്ക് കംപ്ലൈൻറ്റുമായി പോവാൻ തുടങ്ങിയാൽ അത് പിന്നെ നമുക്ക് അതിനേ നേരം ഉണ്ടാവൂ. നമുക്ക് 1-2 കേസിന് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അത്രയ്ക്കും ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ ആരെങ്കിലും ആണ് നമുക്കെതിരെ നടത്തുകയാണെങ്കിൽ ഓക്കെ, അവർക്കെതിരെ നമ്മൾ
ഫൈറ്റിന് പോകും, അതല്ലെങ്കിൽ അത് അവർക്കെതിരെ കംപ്ലൈന്റ് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും എതിരെ ഇല്ലീഗലി പോയിട്ടുണ്ടായിരുന്നു? പോയിട്ടുണ്ട്. ഞാനൊരു യൂട്യൂബേഴ്സിന്റെ ഒരു വളരെ അനാവശ്യം പറഞ്ഞ യൂട്യൂബേഴ്സിനെതിരെ പോയിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്? അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, ആ സ്റ്റേറ്റ്മെന്റിന് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ മോശമായിട്ട് ആയിരുന്നു. ഈ ഇപ്പോ ഈ ഇഷ്യൂലായ ഒരു സ്ത്രീ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട യുവ MLA-യുമായി ചേർത്ത് വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള പരാമർശം നടത്തി. അപ്പോൾ അവർക്കെതിരെ ഇതിനകത്ത് എന്തുകൊണ്ടോ പലപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത തരത്തിൽ എൻ്റെ പേര് പലയിടങ്ങളിലും ഒരു വെറുതെ എന്നെ ഒന്ന് ടാർണിഷ് ചെയ്യാം, എന്നെ ഒന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാം എന്നുള്ള മട്ടിൽ പല ഇടങ്ങളിൽ നിന്നായിട്ട് എൻ്റെ പേര് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് സത്യത്തിൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ എൻ്റെ പേര് അങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലീഗലി പോയിട്ടുണ്ടെന്ന്. നമ്മുടെ നാട്ടിലെ സൈബർ സെൽ, സൈബർ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ വശങ്ങൾ ഈ പറയുന്ന സൈബർ അറ്റാക്ക് ചെയ്യുന്നവർക്ക് കംപ്ലീറ്റ്ലി ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അവരെ കണ്ടുപിടിക്കാനോ എന്താ പറയാ, അത് കംപ്ലീറ്റ്ലി അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ? ഇല്ല, അതങ്ങനെ കംപ്ലീറ്റ് കൃത്യമായി നടക്കുന്നില്ല. അതിനകത്ത് ഈ IT ആക്ടിലെ ഭേദഗതി തന്നെയാണ് അവർ ദുരുപയോഗം ചെയ്യുന്നത്. അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ പേരിൽ എന്തും വന്ന് പറഞ്ഞു പോവുകയാണ്. പലപ്പോഴും ഇത് ബെയിലബിൾ ആണ്. അത് കാരണം ഇതിനകത്തൊരു ക്രിമിനൽ ആക്ടിവിറ്റി നമുക്ക് പ്രൂവ് ചെയ്തെടുക്കൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവർ പറയുന്നത് ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള, ഞാൻ ഈ കംപ്ലൈന്റ് കൊടുത്ത കേസിൽ അവർ പറയുന്നത് ലക്ഷ്മി പത്മ എന്നല്ല, ലക്ഷ്മി താമര എന്നാണ്. പിന്നെ നമ്മളാണെന്ന് പ്രൂവ് ചെയ്യാൻ നടക്കണം. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ അവരെ അല്ല ഉദ്ദേശിച്ചത് എന്നങ്ങ് അവർക്ക് പറഞ്ഞ് സ്ഥാപിക്കും. അങ്ങനത്തെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. പത്മം താമര ആ രീതിയിലല്ലേ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു ഞാനിപ്പോ ഈ മുഖമില്ലാത്ത ആളുകൾക്കെതിരെ ഒന്നും ഫൈറ്റിന് പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ചില യൂട്യൂബേഴ്സിനെതിരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും അത് കാരണം പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. അവരിപ്പോഴും സ്റ്റിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റിൽ ഇങ്ങനെ ആ അപവാദ പ്രചരണത്തിന്റെ ആ പരദൂഷണ ചൊവ്വയോടെ ആ വൃത്തികേടുകൾ അവർ മറ്റു പലർക്കും എതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷവും എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അതേ ഇതിനകത്ത്. അപ്പം ഞാൻ പറയാം, കേസ് പോയിട്ടും അവർക്ക് പേടിയില്ല. പോയിട്ടും ആ കേസ് കൊടുത്തതെന്തോ ഞങ്ങളെ തകർക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നമുക്ക് ഇവരുടെ ഒന്നും വായടയ്ക്കാൻ സത്യത്തിൽ പറ്റില്ല. പിന്നെ നമ്മുടെ സിസ്റ്റം അത്ര നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ടാണോ, നിയമത്തിന് ബലമില്ലാത്തത് കൊണ്ടാണോ? നമ്മുടെ നിയമത്തിന് അത്ര ബലമില്ല. ഇവരെ ഒന്നും അകത്താക്കുവാനുള്ള ബലം നമ്മുടെ നിയമത്തിനില്ല. ഇല്ല, അതാണ് അവർക്ക് വളമാകുന്നത്. എനിക്കൊന്ന് ഒരുപാട് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് സൂയിസൈഡ് വരെ ചെയ്യുന്നുണ്ട് സൈബർ ബുള്ളിങ് കാരണമൊക്കെ. മേ ബി അതിനും ഈ പറഞ്ഞ പോലെ ഒരു നോൺ ബെയിലബിൾ ആയിട്ടുള്ളൊരു ഒഫൻസ് ആയിട്ട് അതിനെ കൂട്ടേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ ഈ ഇഷ്യൂ അനുഭവിക്കുമ്പോഴാണ് എന്നോട് പല സ്ത്രീകളും ഇതുമായി ബന്ധപ്പെട്ട് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും ഇതിപ്പോൾ സംഭവിക്കുന്ന എന്താ, നമുക്ക് നേരിട്ട് പോലും ഇപ്പം ഞാൻ ഈ പറയുന്ന യൂട്യൂബേഴ്സിന് തന്നെ എന്നെ നേരിട്ട് അറിയില്ല. അപ്പം അവരത് എവിടെന്നോ കിട്ടിയ ഒരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ്. എവിടെന്നോ കിട്ടുന്ന ഒരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഈ കൊട്ടേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ചോദിച്ചില്ലേ നിങ്ങളെ മറ്റേ ബൈക്കിൽ വന്ന് ചേസ് ചെയ്യുന്നോ, അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു വ്യക്തിക്കെതിരെ കൊട്ടേഷൻ എടുത്താണ് ചെയ്യുന്നത്. അത് ഒരു മീഡിയ ആയിരിക്കില്ല ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരേ സമയം ഇത് ചെയ്യും. മേ ബി നമ്മൾ ഫ്രണ്ടിൽ ചിരിച്ചോണ്ട് നിൽക്കുന്ന മീഡിയാസ് ആയിരിക്കും. അല്ല, അങ്ങനെ ഒരു മെയിൻ സ്ട്രീം മീഡിയ ആണ് അതെന്ന് ഞാൻ പറയില്ല. അങ്ങനെയില്ല. ഓക്കെ, സോകോൾ യൂട്യൂബ് അങ്ങനെ ഒരു ഓൺലൈൻ സ്പേസിൽ കുറച്ച് പേര്, അവർക്ക് ഒരു പക്ഷം ഉണ്ടാവും. അത് കൃത്യമായ ഫണ്ടിങ്ങോടെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പണ്ടത്തെ മഞ്ഞപത്രം, അതെ, ആ ഒരു സെറ്റപ്പ് അല്ലേ? മഞ്ഞപത്രങ്ങൾ അധികം ആളുകൾ വായിക്കില്ലായിരുന്നു, പക്ഷെ ഇത് ഒരുപാട് ഇടങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്യും. അപ്പോഴാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പല സ്ത്രീകളും എന്നോട് വന്ന് സംസാരിക്കുകയും, അപ്പോൾ ഇവർക്കൊന്നും ഒരു നേരിട്ട് പരിചയവുമില്ലാത്ത സ്ത്രീകളുടെക്കെതിരെ ഇവർ പറയുകയാണ് ഇങ്ങനെ അവർക്ക് വീട്ടിൽ പെൺവാണിഭമായിരുന്നു പരിപാടി എന്നൊക്കെ. ഒരു വീട്ടമ്മയെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് മക്കളെ പോലും സ്കൂളിൽ അയക്കാതെ
അവര് അതിന് ഭയങ്കരമായ വിഷമത്തിലാവുക. അവരിപ്പോഴും ലീഗൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കും അതുകൊണ്ട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? ഉറപ്പാണ്, കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട്. ഇപ്പം എൻ്റെ കേസിൽ അങ്ങനെയല്ല. ഞാൻ മോനോടത്ത് എല്ലാം പറയാറും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാറും ഇതിങ്ങനെ ഒരു വേൾഡ് ആണെന്ന് ഞാൻ അവന് മനസ്സിലാക്കിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് സത്യത്തിൽ എനിക്ക് അങ്ങനെ പൂർണ്ണമായും ഇല്ലയോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കുട്ടികളുടെ മൈൻഡ് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ്. പക്ഷെ ഒരുവിധം അവൻ അങ്ങനെ ഒരു അതിനോട് ബോധറാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാ കുട്ടികളും അങ്ങനെയല്ല. എല്ലാ കുട്ടികളും അങ്ങനെയല്ല. അപ്പൊ അത് സമൂഹത്തോട് മൊത്തത്തിൽ ചെയ്യുന്നത് ഈ സൈബർ ബുള്ളിയിങ്ങും ഈ സ്പേസിനെ കൃത്യമായി യൂസ് ചെയ്യാത്തത് കാരണവും എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ. അതൊരു ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് അവരറിയുന്നതേ ഇല്ല. അവർ ഈ കൊട്ടേഷൻ എടുക്കുമ്പോൾ അത് അറിയുന്നില്ല. ഇവർക്ക് നേരിട്ട് ഒരു പരിചയവും കാണില്ല, ഈ സ്ത്രീയെ ഒരു പരിചയവും കാണില്ല. സ്ത്രീകൾക്കെതിരെ മാത്രമല്ല ഉള്ളത്, എങ്കിലും സ്ത്രീകൾക്കെതിരെ ഭയങ്കരമായിട്ട് കൂടുതലാണത്. ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു സൈബർ ബുള്ളിങ്ങിനെയൊക്കെ ഭയങ്കര ബോൾഡായിട്ട് നേരിട്ടു, ശരിക്കും പറഞ്ഞാൽ നേരിട്ടു. അപ്പോൾ ഈ പറയുന്ന സൈബർ ബുള്ളിങ് അനുഭവിക്കുന്ന കുറേ പേരുടെ കാര്യം നമ്മൾ മുമ്പും പറഞ്ഞു. അവർക്ക് മേ ബി അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും എങ്ങനെ ആയിരിക്കും ഇത് ഓവർകം ചെയ്യുന്നത്. പലരും ഡിപ്രഷനിലോട്ടും ആൻസൈറ്റിയിലോട്ടും ഒക്കെ പോകുന്നുണ്ടായിരിക്കും. കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആളുകളെല്ലാവരും ജഡ്ജ് ചെയ്യുമല്ലോ. ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അത് തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ട്. ആദ്യമായിട്ട് ഒരു സൈബർ ബുള്ളിങ് നേരിടുമ്പോൾ നമ്മൾ ശരിക്കും തകരും. നമുക്കൊരു ഉറക്കം കിട്ടില്ല. നമ്മളെപ്പോഴും ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിക്കോ, പുതിയ കമന്റ് വന്നോ, പുതിയ വീഡിയോ. നമ്മൾ പിന്നെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ ഭയപ്പെടും. നമ്മൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ട് നിൽക്കാൻ നോക്കും. കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടോ? ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ തുടക്കത്തിൽ അത് അങ്ങനെ നമ്മളാകെ പാനിക് ആവും. പിന്നെ എന്തിനു വേണ്ടി ഇത് എന്നോട് ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു ഭയങ്കര, അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും വിരോധമുള്ള ആളുകൾ വന്ന് നമ്മളടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെയാണ് നമ്മൾ അതിനോട്, അയാൾക്ക് എന്നോട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയും. നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾ വന്ന് നമ്മളെ ഇങ്ങനെ പറയുമ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ട്, ഇത് ആരിങ്ങനെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ നമ്മളിങ്ങനെ ഭയങ്കര വിഷമത്തിലാവും. ഞാൻ അന്നൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഫോൺ മാറ്റി വെച്ചിട്ട് ഫോൺ തന്നെ നോക്കാതിരുന്നിട്ടും ഒക്കെ ഉണ്ട്. ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നും ഒരു 1-2 തവണയാകുമ്പോൾ നമ്മൾ അതിനോട് അങ്ങ് യൂസ്ഡ് ആവുന്നതാണ്. ഓക്കെയാണ്, അത്രയും അവർ ഭീരുക്കളാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു സാധാരണ ഒരാൾക്ക്, ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരാൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചെന്നുവിട്ടാൽ, അതല്ലെങ്കിൽ ഇതുവരെയും അങ്ങനെ ഒരു കാര്യം നേരിടാത്ത ഒരാൾ ഇതിലേക്ക് ചെന്നുവിടുമ്പോൾ അവർ ശരിക്കും തകർന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ മുഖമില്ലാത്ത ആരോ ആണെന്നും, പണ്ട് കലിങ്കിൻ്റെ മുകളിലും ഒക്കെ ഇരുന്ന് കമൻറ്റ് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു, അതല്ലെങ്കിൽ മൂത്രപ്പുരയിൽ അശ്ലീലം എഴുതി വെച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ എഴുതുന്നു എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇവർ മുഖമില്ലാത്തവരാണ് എന്നും, ഇവർ നമ്മളെ പറയാൻ ഒരു തരത്തിലും നമ്മളെ ജഡ്ജ് ചെയ്യാനോ പറയാനോ ഒരർഹതയും ഇല്ലാത്ത ആളുകളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെ ഉൾക്കൊള്ളുന്നിടത്തോളം ഞാനിപ്പോൾ എൻ്റെ ഇതിനകത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ ഫോട്ടോയും ഒക്കെ പോസ്റ്റ് ചെയ്യും, എല്ലാം കമൻറ്റ് ഓണാക്കിക്കൊണ്ട് തന്നെ. ബിക്കോസ് കാണുന്നവർ കാണട്ടെ, ആരാണ് വൃത്തികേട് എഴുതി വെക്കുന്നത്, അവർക്കല്ലേ മോശം, നമുക്കല്ലല്ലോ. അവരുടെ പ്രൊഫൈൽ കയറി നമ്മൾ നോക്കുമ്പോൾ അവർ പോസ്റ്റ് ചെയ്ത് അവരുടെ ഫാമിലി ഫോട്ടോയും നമ്മൾ കാണും. അതെ, അവർക്ക് ഓക്കെ, അവരിങ്ങനെ ഒരു ഇടത്ത് ഇങ്ങനെ ചെയ്യുന്നു. ആരൊക്കെ വെളും പ്രദേശത്ത് മലവിസർജനം ചെയ്യുന്നു, നമുക്ക് എല്ലാവരെയും തടയാൻ പറ്റില്ല, ഒരിക്കലേ അതിനെ വഴിക്ക് വിട്ടേക്കുക, അതിനെ അങ്ങനെ കാണാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് സമയത്ത്, ഇപ്പോൾ നമ്മുടെ പഹൽഗാം ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായ സമയത്ത് ഇവിടെ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം വരും, ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഒരുപാട് കമൻസ് വന്നതായിരുന്നു. മീഡിയാസ് ഇതുപോലെ അവിടെ ബോംബിട്ടു, ഇവിടെ ബോംബിട്ടു അങ്ങനെ പറഞ്ഞിട്ട് ആളുകളുടെ ഉള്ളിലൊരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ട്. എന്താണ് ശരിക്കും വാട്ട്സ് ഹാപ്പനിങ്? അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാനൽസിന്റെ മത്സരത്തിനിടയിൽ സത്യത്തിൽ നമ്മൾ ആദ്യം ഇത് കൊടുത്തു എന്നുള്ളത് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ സംഭവിച്ചു പോയതാണ്. സത്യത്തിൽ നമുക്കും അങ്ങനെ ഒരു വാർ സിറ്റുവേഷൻ നമ്മളെ പോലുള്ള ജേർണലിസ്റ്റുകൾക്ക് സത്യത്തിൽ അത്ര പരിചയമില്ല. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ന്യൂസ് മലയാളം ചാനൽ ഞങ്ങൾ ആദ്യം മുതൽ ഭയങ്കര പോളിസി ഡിസിഷനായിട്ട് തന്നെ, ഇനി അതുകൊണ്ട് എന്തെങ്കിലും തരം റേറ്റിംഗ് പോവുകയാണെങ്കിൽ തന്നെ പൊയ്ക്കോട്ടെ, പക്ഷേ അതിനകത്ത് നമ്മൾ ആളുകളെ പാനിക് ആക്കില്ല, സമാധാനത്തിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പറയും. ഇതൊരു പൂരം റിപ്പോർട്ട് ചെയ്യുന്ന പോലെ റിപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു.
മറ്റു പലർക്കും അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ആരെയും ഇപ്പം മാറി നിന്ന് കുറ്റം പറയുകയല്ല, പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അവരത് ഒരു എന്താ പറയുക, ആ നേരത്തെ ഒരു ആവേശത്തിനോ ആ നേരത്തെ ഒരു നമ്മൾ ഈ റേറ്റിംഗ് ചാർട്ട് നോക്കിയിട്ട് മറ്റേ ഇന്ന പോലെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ചാർട്ടിൽ ഇത്രയും കയറും എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടോ എന്തോ അങ്ങനെ ചിലരുടെ ശബ്ദമൊക്കെ ഒന്ന് ഉയർന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ബഹളമൊക്കെ ചില സ്റ്റുഡിയോസിൽ ഉണ്ടായിട്ടുണ്ട്. തെറ്റായിരുന്നു അല്ലേ? അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ, ഇനി അങ്ങനെ ഒരു ഇതുണ്ടായാൽ തീർച്ചയായും അത് ഒരുപാട് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ എല്ലാ മനുഷ്യരും ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് അതിൽ നിന്നുള്ളൊരു ഹോംവർക്കും അതിൽ നിന്നുള്ളൊരു ലെസൺ പഠിച്ചിട്ടായിരിക്കും അടുത്ത് വീണ്ടും ചെയ്യാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആരും ഇതിൽ നിന്ന് പഠിക്കാതിരിക്കുന്നില്ല, അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നു തോന്നുന്നു. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഈ ന്യൂസിനാണ് ആദ്യം റിപ്പോർട്ട് കിട്ടിയത്, ഞങ്ങളാണ് ആദ്യം കണ്ടത്. ഇതാ നമ്മൾ എപ്പോഴും ന്യൂസ് കേൾക്കുമ്പോൾ ക്യാമറാമാൻമാരൊക്കെ മറ്റേ അത്ര പിറ്റൂഷ ഓടുന്നത് കാണാം, ഞങ്ങൾക്കാണ് ആദ്യം കിട്ടിയെന്ന് കാണിക്കാനായിട്ട്. കാരണം അത്രയും മത്സരമുണ്ട്, അപ്പൊ അതിനിടയിൽ പറ്റിപ്പോകുന്നതാണത്. ഈ പറയുന്ന പോലെ ആദ്യം നിങ്ങൾക്ക് വിഷ്വൽ കിട്ടിയില്ലെങ്കിൽ അത്രമാത്രം എന്താണ് അവിടെ പ്രശ്നം വരുന്നത്? ലൈക്ക് ഒരു 2 മിനിറ്റ് നമ്മൾ താമസിച്ച് ആരും സത്യത്തിൽ ഈ ഓട്ട മത്സരം പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്നൊന്നുമില്ല. പ്രേക്ഷകരെന്ന് പറയുന്ന പല നേരത്തെ TV ഒന്ന് കാണുന്നു. അതൊരു സത്യത്തിൽ നമ്മുടെ ഈ എല്ലാ സ്റ്റുഡിയോകളിലും എല്ലാ ന്യൂസ് റൂമുകളിലുമാണ് സത്യത്തിൽ ഇതിങ്ങനെ നോക്കിയിട്ട് അതാ അവിടെ ആദ്യം വന്നു ഇവിടെ ആദ്യം വന്നു എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഒരു പ്രൊഫഷണലിസം, നമ്മൾ ഭയങ്കരമായി ഫാസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത് നമ്മൾക്കിടയിലുള്ളൊരു മത്സരമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഈ പ്രേക്ഷകരിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതാദ്യം ഇവിടെ വന്നു എന്ന് നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതല്ല നമ്മളെ നിർണ്ണയിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ കണ്ടന്റ് വളരെ കൃത്യമായി കൊടുക്കുക, പിന്നെ വളരെ പുതിയ വേറെ ആർക്കും അറിയാത്ത ഒരു വാർത്ത അത് നമുക്ക് എല്ലാ ലീഡോടെയും കൂടി മറ്റൊരാൾക്ക് ഫോളോ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾക്ക് കുറെ നേരം കൊടുക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായും അത് നമ്മുടെ റേറ്റിങ്ങിനെ ബാധിക്കും. അല്ലാതെ ഈ കോമൺലി ഉള്ളൊരു സംഭവം പെട്ടെന്ന് ഒരു സാധനം നമ്മളാണ് ബ്രേക്ക് ചെയ്തത് നമുക്കിങ്ങനെ പറയാന്നേ ഉള്ളൂ. അത് പ്രേക്ഷകർ ആ രീതി വിലയിരുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ നമ്മൾ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം, അപ്പോൾ ഒരുപാട് ജേർണലിസ്റ്റുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂസസ് ഒക്കെ ആസ് എ ജേർണലിസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യാറുണ്ട്. അതൊക്കെ പലപ്പോഴും അതിനകത്ത് ഒരു ഇസ്രയേൽ അനുകൂല നിലപാട് പലരും സ്വീകരിക്കുന്നത് കണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ഈ ഇതിൻ്റെ തന്നെ ചരിത്രം നോക്കുമ്പോൾ നമ്മൾ ഈ ഒക്ടോബർ 7 മുന്നേയും ഉള്ള കാര്യങ്ങളെ അസസ് ചെയ്യണമല്ലോ. അപ്പം അവിടെ കയറി ഹമാസ് അറ്റാക്ക് ചെയ്തതുകൊണ്ട് ഇത് കിട്ടി എന്നുള്ളത് പറഞ്ഞ് നമ്മളതിനെ ഈ നടക്കുന്ന ഈ മനുഷ്യക്കുരുതിയെ ന്യായീകരിക്കാൻ പാടില്ല ഒരു കാരണവശാലും. തീർത്തും ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മനസാക്ഷിക്ക് മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരിക്കലും നമുക്ക് സന്ധി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയൊന്നും ഒരു കാരണവശാലും ഒരു പൊളിറ്റിക്സും സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഒരു പൊളിറ്റിക്സ് കൊണ്ടും അതിനെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോഴും എനിക്കൊക്കെ പേഴ്സണലി ഈ പറയുന്ന കമൻറ്റ് ബോക്സസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളീസിലും ഒരുപാട് പേര് ഇസ്രയേൽ ജയിക്കട്ടെ, പിന്നെ ആ കുഞ്ഞുങ്ങളുടെ പടമൊക്കെ കാണുമ്പോൾ വന്ന് ഇടുന്നവരുണ്ട്. അതുപോലെ ഇപ്പം ഞാനത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇന്ന ആളല്ലേ, നിനക്ക് ഈ കൂട്ടത്തിലുള്ളവരെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി അങ്ങനെ വന്ന് പറയാറുണ്ട്. യെസ്, ഉറപ്പായിട്ടും നമ്മുടെ ഇടയിലും അങ്ങനെ ആളുകൾ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് അത് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ വാർ മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തോരം സങ്കടം വരും ശരിക്കും പറഞ്ഞു അല്ലേ. ഹിറ്റ്ലറിന്റെ സമയത്ത് ഉള്ള സമയങ്ങൾ, മനുഷ്യരെ കൊന്ന് ഒടുക്കിയത്, അതൊക്കെ നമുക്ക് ആ സമയത്തെ മൂവീസൊക്കെ കാണുമ്പോൾ എന്തൊരു സങ്കടം വരും. ഇപ്പോൾ റിയൽ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. അപ്പം അതിനോടൊക്കെ എങ്ങനെ മനുഷ്യനെ കൊല്ലുന്നതിനോട് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെന്തറിഞ്ഞിട്ടാണ്, അവരൊന്ന് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുമ്പോഴാണ് അവരെ കൊന്നു വീഴ്ത്തുന്നത്. അപ്പം അതിനോട് ഒക്കെ എങ്ങനെയാണ് ഇമോജി ഇടാൻ പറ്റുന്നവർ അവർ മനുഷ്യരാണ്. ചിലരുടെ കമന്റ്സ് ഉണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ. ലൈക്ക് ഒരാളെ എന്താ പറയാ ഇപ്പം കൊല്ലാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് അതൊരു വലിയ കാര്യമല്ലല്ലോ അല്ലേ. അതെ,
അത്തരം അതിനെയൊക്കെ അങ്ങനെയുള്ള ആളുകളെ എന്നിട്ട് ചിലപ്പോൾ അവർ ഇപ്പുറത്ത് വശത്ത് വന്ന് വലിയ മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമായിരിക്കും. ഇവർക്ക് ഇത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് എന്താണ് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇത്തരം ഒരു തെറ്റായ പൊളിറ്റിക്സിനെ, മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളെയൊക്കെ ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ പ്രചരിക്കുമ്പോൾ എന്താണ് സന്തോഷം അതിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിത് പറയുന്ന സമയത്ത് പലരും ചോദിക്കുമ്പോൾ നിങ്ങൾ ഉഗാണ്ടയിലെ കുട്ടികളെ കാണുന്നില്ലേ, മറ്റ് പല സ്ഥലങ്ങളിലെയും കുട്ടികളെ കാണുന്നില്ലേ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും കാണുമ്പോഴും നമുക്ക് ഈ സെയിം വിഷമല്ലേ. എല്ലാ കുട്ടികളും, ലോകത്ത് എല്ലായിടത്തും കുട്ടികളും ഒരുപോലെ തന്നെ നിഷ്കളങ്കരാണ്. അവർക്ക് ഈ പൊളിറ്റിക്സ് ഒന്നും അറിയത്തില്ല. അപ്പോൾ അവരെ കൊന്നൊടുക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല. അത് ഇങ്ങനെ എന്നിട്ട് അതിനെ വെറുതെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. ഈ എനിക്കിങ്ങനെ ഹഹഹ ഇമോജി ഇടുന്ന ശരിക്കും സോംബികളുടെ ഒരു മാനസികാവസ്ഥയെ തോന്നുന്നു അല്ലേ. അതെ, എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ആ വീഡിയോസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പോലും തോന്നൂല. അതെ, ലൈക്ക് അത് കാണണ്ടെന്ന് ഉള്ളൊരു മൈൻഡാ. കാരണം എങ്ങനെ കാണാനാ, കുട്ടികളെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ പറ്റൂല. നമ്മുടെ നാട്ടിലാണ് ഉണ്ടായതെങ്കിലോ അത്രയും ആലോചിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മളാണ് എപ്പോഴും നമുക്കൊരു കാര്യം വിഷമം തോന്നുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് പ്ലേസ് ചെയ്ത് നോക്കുമ്പോഴാണ്. നമ്മളെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കിയേ, ആ ക്യൂല് നിൽക്കുന്ന നമ്മുടെ കുട്ടികളാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും നമ്മൾ അതിനോട് ഇങ്ങനെയല്ല പ്രതികരിക്കുക. ചില ഇതുണ്ട്, ഇവരങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്തത് കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്, ഇപ്പോൾ സപ്പോസ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പോയിട്ട് എന്താ പറയുക, ഇപ്പം വേറൊരു കർണാടകയിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ നേരെ കർണാടകയിൽ പോയിട്ട് അവരെ അറ്റാക്ക് ചെയ്യുക. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പോയി എന്ന് പറഞ്ഞ് അവർ നേരെ കാസർഗോഡോട്ട് വന്നിട്ട് അവിടെ ഫുൾ ആളുകളെയും കുട്ടികളെയൊക്കെ ആക്കാൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഗാസൻ ജനത എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഹമാസ് അല്ലല്ലോ. അല്ല, അതാണ്. ഇവിടുന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പോയി, ഇവിടെ ഭരിക്കുന്ന പാർട്ടി തന്നെ പോയി എന്തെങ്കിലും അവർ ചെയ്യുന്ന തെറ്റിന്, ഇപ്പം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിൽ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ഉത്തരവാദികളല്ല, ഒരിക്കലും അല്ല. അതുപോലെ തന്നെയാണ് ആ രാഷ്ട്രീയത്തെയും ആ ജനങ്ങളെയും വേറെ വേറെ കാണാൻ പറ്റണം. ഒരു കൂട്ടം ആളുകൾ തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് ആ ജനതയെ മൊത്തം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതെ. അപ്പോൾ ഈ നമ്മൾ ഒരുപാട് ടോപ്പിക്ക് പറഞ്ഞു. ആൻഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഒരു പീസ് ഓഫ് മൈൻഡ്, എന്താണ് സമാധാനം? സമാധാനം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സമാധാനം ആണ് എല്ലാത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമാധാനം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് സമാധാനം എന്ന് പറഞ്ഞാൽ നന്നായി ജോലി ചെയ്യാൻ പറ്റുക, ഫ്രണ്ട്സിൻ്റെ കൂടെ നന്നായി ഇരിക്കാൻ പറ്റുക, ഫാമിലിയുടെ കൂടെ നന്നായി ഇരിക്കാൻ പറ്റുക, ഇതൊക്കെ തന്നെയാണ് സമാധാനം. ഒരുപാട് ചിന്തകൾ വന്നാൽ അലട്ടാതിരിക്കുക, ആത്യന്തികമായി ആഗ്രഹിക്കുന്നതും സമാധാനത്തിന് തന്നെയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും, നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴും, പല പ്രശ്നങ്ങളിലും ഇടപെടുമ്പോഴും ആത്യന്തികമായി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമാധാനം തന്നെയാണ്, പീസ് ഓഫ് മൈൻഡ് തന്നെയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ശരിയായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നത് സമാധാനം തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഒരിടത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലും ഒരു ബഹളത്തിലേക്കൊന്നും നമ്മളെ ഡ്രാഗ് ചെയ്യില്ല, ആരും നമ്മളെ ഒന്നും പറയില്ല. പക്ഷെ അപ്പോഴും നമ്മുടെ ഇന്നർ മൈൻഡിൽ ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്തില്ലല്ലോ, ഞാൻ അതിനോട് അങ്ങനെ ആയിരുന്നില്ലല്ലോ പ്രതികരിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത വന്ന് കുത്തും. അതല്ലെങ്കിൽ നീ അവിടെ നിശബ്ദമായിട്ടിരിക്കേണ്ട ആളായിരുന്നില്ല, നിനക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, എന്നിട്ട് നീ ആ സ്പേസ് അതിനു വേണ്ടി ഉപയോഗിച്ചില്ല, നീ അയാൾക്ക് വേണ്ടി സംസാരിച്ചില്ല. പക്ഷേ നമ്മളൊരാൾക്ക് വേണ്ടി സംസാരിച്ചു, അതല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു, അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് ബഹളങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഇതിലേക്കൊക്കെ നമ്മൾ ഡിവേറ്റഡ് ആവുകയും കുറച്ച് പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റും ഫോം ചെയ്യും. ചിലർ നമ്മളെ ചില ചാപ്പകൾ കുത്തി കാണുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ആത്യന്തികമായി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മുഖം കണ്ണാടി കാണുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവും, നമുക്ക് പ്രൗഡായിരിക്കും നമ്മളെ ഓർത്ത്. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് സമാധാനം. ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ ആയിരുന്നു. കണ്ണാടിയിൽ കാണുമ്പോൾ എന്നെ തന്നെ കാണുമ്പോൾ എനിക്ക് പ്രൗഡാകും എന്നുള്ളത്. പ്രൗഡാവും. നമ്മൾ ശരിയായ ഒരു കാര്യം ചെയ്താൽ എനിക്ക് അതാണ് പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മൾ ആ കിടന്നുറങ്ങാൻ നേരത്ത് നമ്മൾ ആലോചിക്കുന്നു നമ്മൾ ചെയ്തത് ഓക്കെ, എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം, നോ റിഗ്രറ്റ്സ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ബോധ്യം
ആ നമ്മുടെ മനസാക്ഷിയുടെ മുന്നിൽ നമ്മൾ ഓക്കെ ആണോ എന്ന് പറയുന്ന കാര്യം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുമല്ലോ. ആ ഇടത്ത് നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഹാപ്പി. അപ്പോൾ എന്തായാലും എപ്പോഴും സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് ഇതേപോലെ പ്രൗഡായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. ഒരു നല്ല ജേർണലിസ്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു.